ഹലോ ഗായ്സ്, കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കുറച്ച് ക്രോഷിൻ്റെ വീഡിയോസൊക്കെയാണ് ഇനി കാണുന്നുണ്ടാവുക. ആദ്യം ഞാനൊരു റെഡ് യാൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മോൾ റോസാണ്. നമ്മൾ ക്രോഷി ബൊക്കെയൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാകുന്ന ഒരു റോസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു ലോക്കലായിട്ടുള്ള എല്ലാ മാർക്കറ്റിലും കിട്ടുന്ന ഒരു യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു റെഡ് കളർ യാണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് കളേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ 2 ഫിംഗറിൽ റോൾ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ വെറുതെയാണ് റോസ് ഫ്ലവർ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ചെയിൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ റോസ് ബൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്ററിൻ്റെ എത്ര ഇതാണുള്ളത് അത്രയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 15 ചെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് യാണിൻ്റെ സൈസ് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള ഹുക്കിൻ്റെ സൈസ് വന്നിട്ട് 3 mm ആണ്. നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ റോസ് ബൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ചെയിൻ വിട്ടിട്ട് വേണം എന്ത് ചെയ്യാണ്, ഈ ഉള്ളിലേക്ക് കയറ്റാൻ. അപ്പോൾ നമ്മൾ ഒരു കറക്കിയിട്ട് 3 വിട്ടിട്ട് 4ാമത്തിൻ്റെ ഉള്ളിൽ കൂടി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണം. ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാൻ. പിന്നെ ഞാൻ ആദ്യം വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറേ നേരം ഇതാക്കേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റോസ് ബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് 3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കാണിക്കുന്നുണ്ട് 3 പ്രാവശ്യം ചെയ്യാൻ. അത് നമ്മൾ ചെയ്തിട്ട് ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ 3 പ്രാവശ്യം ചെയ്യേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 1 ചെയ്തു, ഇനി 2 ചെയ്യണം, 2 ചെയ്യണം. അപ്പോൾ 1 ചെയ്ത് കഴിഞ്ഞു, 2ാമത്തതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് 3ാമത്തതാണ്. ആ ഹോളിൽ കൂടി തന്നെ എടുത്തിട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഹോളിൽ കൂടി എടുത്തിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ ചെയിൻ എടുക്കണം. പറഞ്ഞാൽ ഇനി അതിൻ്റെ ആ ഹോളിൽ കൂടി ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇനി പുതിയ ചെയിൻ എടുത്തിട്ട് 3 പ്രാവശ്യം ചെയ്യുന്ന പോലെ റിപ്പീറ്റായിട്ട്